ഹലോ, ജയാസ് വെറൈറ്റി വ്ളോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ നമ്മുടെ പാണാവള്ളി വരെ പോവാണ്. അപ്പം അങ്ങോട്ട് പോകുന്ന കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ അവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ വീഡിയോയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് കാണണ്ടേ, ഞാൻ ഇവിടെ പോയി എന്തൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെ ഞാൻ പോകുന്നുണ്ട് എന്നൊക്കെ എല്ലാവരും കാണണ്ടേ. അതിന് മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തേക്കുന്ന. വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നെ ഒത്തിരി ആൾക്കാർ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജ് വിടാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം. അതെല്ലാം കേട്ടിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, എൻ്റെ കൂട്ടുകാരൊക്കെ മാത്രം കൊണ്ടാണ് എനിക്ക് ഓരോ വീഡിയോയും നല്ല രീതിയിൽ പോകാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പാണാവള്ളി പോവാട്ടോ. രാവിലെ അതിനുള്ള തയ്യാറെടുപ്പുകളാണ്. എല്ലാം റെഡിയായി, തയ്യാറെല്ലാം എടുത്തു വെച്ചു. അപ്പം ഞങ്ങൾ ചേട്ടൻ റെഡി ആവുന്നു, ഞാൻ റെഡിയായി. അപ്പം നമുക്ക് ഇടയ്ക്ക് കാണാം. അപ്പം എന്തേ ചേട്ടനും റെഡിയായല്ലോ അല്ലേ? ഇംഗ്ലീഷൊക്കെ അടിക്കും ചേട്ടൻ. ഭയങ്കര ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, അറബി, പിന്നെ ഹിന്ദി, തമിഴ് എല്ലാം അറിയാവുന്ന ചേട്ടനാട്ടോ. ആർക്കും തോപ്പിക്കാൻ പറ്റത്തില്ല. ഹിന്ദിയും തമിഴും ഇംഗ്ലീഷ് പിടിച്ച് നിൽക്കാം. എല്ലാം അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. എടുത്തെടുത്ത് എല്ലാം അതിനടി വെച്ചിട്ട് അകത്ത് വെച്ചു അവന് കൊടുക്കാന്. വാഴ പോയിട്ട് വരാം കേട്ടോ, പോയിട്ട് വരാവേ. വീട്ടിലെത്തി കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഏതായാലും മഴ പെയ്തില്ല. ഇവിടെ വന്നപ്പോഴാണ് മഴ പെയ്തത് കേട്ടോ. അവളാണെങ്കിൽ ഞങ്ങളെ നോക്കിയിരിക്കുവായിരുന്നു. അതെ. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ പുതിയ റെയിൻകോട്ട് ഉദ്ഘാടനം ചെയ്തു. എൻ്റെ പാൻറ് ഷർട്ട് കണ്ട. ഞങ്ങൾ വന്നപ്പോൾ അവൾ ഞങ്ങളെ നോക്കിയിരിക്കുക. ചേട്ടൻ ഇരിക്കുന്നതിൻ്റെ അടിയിൽ തന്നെ വന്നിരിക്കുക കേട്ടോ. എന്തൊരു സ്നേഹമാണെന്ന് നോക്കി കണ്ടോ. മനുഷ്യർക്കുണ്ടോ ഇത്ര സ്നേഹം? എന്നിട്ട് മഹേഷ് അവിടെ നിൽക്കുന്നതിന് അവന് ഇടയ്ക്ക് ഇങ്ങനെ കൊഞ്ചി കടിക്കാൻ തരും അല്ലേ? ആഹാരം കൊടുക്കാനാണ് കൊഞ്ചി കടിക്കാൻ തരുന്നത്. പുട്ടും പപ്പടവും പയറും കൂടെ രാവിലെ കഴിച്ചേക്കുന്ന അവള് കേട്ടോ. ഇഷ്ടല്ലേ? അപ്പോൾ അവളവിടെ കഴിച്ചിട്ടൊക്കെ റെഡി ആയിട്ട് അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മഹേഷ് പാലൊക്കെ വാങ്ങിച്ചു വെക്കും ഞങ്ങൾ വരുന്നെന്ന് വെക്കുമ്പോൾ. അപ്പം ഞങ്ങൾ ചായ ഇട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ വെച്ചു. ഇനി ചായക്കുള്ള തയ്യാറെടുപ്പിന് ഉള്ള ഇതൊക്കെ എടുക്കട്ടെ. തേയിലയുടെ ഇതെല്ലാം കഴുകി ഞാൻ എടുക്കുന്നത് എടുക്കട്ടെ. മഹേഷിൻ്റെ ഫ്രിഡ്ജൊക്കെ ഇത് ഇവിടെ ഇരിക്കുന്ന കേട്ടോ. ഞാനൊരു വാഴയുടെ കൊല കൊണ്ട് കൊടുത്താട്ടോ അവന്. ഇതാണ് ഇവൻ്റെ ചക്കക്കട സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. അവന് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ മാങ്ങാക്കറി ചന്തുവിന് കൊണ്ടുപോകാൻ വേണ്ടി ഇട്ടായിരുന്നു. അപ്പോൾ അവനുള്ളത് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. മാങ്ങാക്കറി ഇതിപ്പം വേറെ പാത്രത്തിലോട്ടാക്കും, എളുപ്പത്തിന് കൊണ്ടുവന്നാണ്. കുറച്ച് പുളിശ്ശേരി കൊണ്ടുവന്നു. പിന്നെ എന്തായിരുന്നു, അയലപ്പീരയും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. യശുദാ പുട്ടൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പുട്ടും പിന്നെ അവന് പയറുമായിരുന്നു, പപ്പടമായിരുന്നു. അവനെല്ലാം സ്വന്തമായിട്ട് ചെയ്യും കേട്ടോ. അത്ര മെടുക്കനവൻ. ഞാനൊരു വാഴച്ചുണ്ടൊക്കെ കൊണ്ടുവന്നേ. അവിടെ എപ്പോഴും വെക്കുന്നുണ്ടല്ലോ, ഇവന് ഇഷ്ടമായി ഇതൊക്കെ വാഴച്ചുണ്ടൊക്കെ. ഇവൻ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. മഹേഷിനുള്ള പാലും മാറ്റി വെച്ചിട്ടുണ്ട്. അവൻ പാലേ കുടിക്കുള്ളൂ കേട്ടോ. അവന് ചായ ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ പാലാണ് പണ്ട് തൊട്ടേ കുടിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചായ ഇടാം കേട്ടോ. ചായ ഇടാൻ വേണ്ടിയിട്ട് തേയില അങ്ങനെ ഗ്യാസൊക്കെ തീരുവാണ്. അയ്യോ അല്ല, തീർന്നില്ല. ഞാൻ വിചാരിച്ച എൻ്റെ കഷ്ടകാലമാണ്. ഒരു കുറ്റി ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു പാതിയല്ല നിർത്തില്ല പാതകളാണോ. എൻ്റെ കൂട്ടുകാരെ ഇറങ്ങുമല്ലോ അല്ലേ. ഇവിടെ വന്ന് ഞാനൊരു ചായ ഉണ്ടാക്കും, എല്ലാവർക്കും ഞാൻ തന്നെ കൊടുക്കും. എല്ലാവരും എന്ന് പറയാൻ ഇവിടെ ഒരു ചേച്ചിക്ക് സുഖമില്ലാത്ത കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചായയൊക്കെ ഇടുന്നത്. പിന്നെ
മഹേഷിനും ചേട്ടനും എനിക്കുള്ള ചായയാണ് ഇടുന്നത്. അല്ല, മഹേഷിന് ചായ വേണ്ട കേട്ടോ. മഹേഷിന് പാല്, പാലെടുത്ത് വെച്ചേക്കുന്നു. അവൻ പാലേ കുടിക്കത്തുള്ളൂ, ചായ ഒന്നും കുടിക്കത്തില്ല. അവൻ ഭയങ്കര കൂടിയ ആളാണ് കേട്ടോ. അവൻ പാലൊക്കെ കുടിക്കുള്ളേ. അവൻ ചിരിക്കുന്നു ഞാൻ പറയുന്നത് കേട്ടിട്ട്. പണ്ട് തൊട്ടേ അവൻ ചായ അങ്ങനെ കുടിക്കത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ചായയൊക്കെ തിളച്ചു. ഇച്ചിരി കൂടെ കടുപ്പം വേണേ. കണ്ട, അപ്പം നമ്മുടെ അടിപൊളി ചായ റെഡിയായിട്ടോ. നിങ്ങളുടെ ജയ ആരാന്ന് വിചാരം കണ്ടോ? ഓക്കെ, ഇനി ഇതെല്ലാം കഴുകി വെക്കട്ടെ. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ വേണ്ടി കുടിച്ചില്ല കേട്ടോ. ഇച്ചിരി ആറട്ടെ, എനിക്ക് ഭയങ്കര ചൂട്. അപ്പം ഞാനിവിടെ വന്ന് നോക്കാൻ കയറിയതാണേ. പ്ലാവേൽ ചക്ക ഇടം വരെയായെന്നുള്ളത്. ഇതാ ചക്കയൊക്കെ പഴുത്തും പിടിച്ചുമൊക്കെ പോകുന്നുണ്ട്. നല്ല വരിക്കച്ചക്ക കേട്ടോ. ഞങ്ങളിന്ന് രണ്ടും കൽപ്പിച്ച് സ്കൂട്ടറിലാണ് വന്നത് കേട്ടോ. എൻ്റെ ജുപ്പിറ്ററില്ലേ, അതല്ല വന്നേക്കുന്നത്. കാരണം നമുക്ക് ചക്കയൊക്കെ കൊണ്ടുപോകാമല്ലോ എന്നോർത്ത് കൊണ്ടുവന്നത് ജുപ്പിറ്റർ കേട്ടോ. മഴയായ അരപ്പം എല്ലായിടത്തും കയറാൻ കേട്ടോ. ഈ ആത്തച്ചക്ക ഇതുവരെ ഉണ്ടായില്ല. ഇതെല്ലാം ഉണ്ടായി എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് കൊണ്ടുപോകാമെന്നേ. പക്ഷേ ഇതുവരെ എന്താണോ അത് പിടിക്കുന്നില്ല അങ്ങോട്ട്. ഇതാ ചക്ക ഇഷ്ടംമാരിയുണ്ട് കേട്ടോ. കശുമാങ്ങയൊന്നും ആയിട്ടില്ല കേട്ടോ. ചക്കക്കുരു കിടക്കുന്നേ മുഴുവൻ പഴുത്ത് മുഴുവൻ വീണ് ചക്കക്കുരു എല്ലാം ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. ഉച്ചോതാ മണ്ട വരെ പോണ്ടേ, ഒരു കാര്യമില്ല. ഇവിടെ നിന്നാ കാണാമായിരുന്നല്ലോ ചക്കയൊക്കെ. എന്താന്നാ ഞാൻ ഈ കാണിക്കുന്നല്ലേ. ഉണ്ടോ? ഇഷ്ടംമാതിരി ഉണ്ടേ. നമുക്ക് കൊണ്ടുപോവാം. കശുമാങ്ങ സീസൺ അല്ല കേട്ടോ, അതുകൊണ്ട് കശുമാങ്ങയൊന്നുമില്ല. ഇതുണ്ടോ, ഇതൊക്കെ നിറച്ച് ചീമച്ചേമ്പിൻ്റെ എന്താ തണ്ട്. വണ്ടി ഇരിക്കുന്നുണ്ടോ? നല്ല പരിചയമുണ്ടോ ഈ വണ്ടി എല്ലാവർക്കും? ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ മെയിൻ റോഡാണ്. കണ്ടോ ഇങ്ങനെ റോഡാണ്. ഇവിടെ എല്ലാം മുഴുവൻ ഈ ശീമക്കൊന്നയാന്നേ. എല്ലായിടത്തും ഇപ്പം കാട് പോലാ അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇത് കണ്ടോ പെരിങ്ങലം. ഇവിടെയൊക്കെ വരുമ്പോഴേ ഈ പെരിങ്ങലത്തിൻ്റെ ഇതിനെ കാണത്തുള്ളേ. ഇതേ പൊട്ടങ്ങ കിടക്കുന്നുണ്ടോ പിള്ളേരെ? ഉയ്യോ, നിറച്ച് പൊട്ടങ്ങയുണ്ട് കേട്ടോ. പഴുത്തിട്ടില്ല കേട്ടോ. അടുത്ത മാസം വരുമ്പം പഴുക്കുമായിരിക്കും. പണ്ടൊക്കെ എന്ത് കഴിക്കുമായിരുന്നല്ലേ. അത് ഇവിടെ മുഴുവൻ പൊട്ടങ്ങയാണ്. മാവേ നിറച്ച് കശുമാങ്ങ ഉണ്ടായിരുന്നു ഇന്നാളെ. ഇപ്പോൾ സീസണല്ല, അതിനും യോഗയില്ല. കണ്ടോ, ചിലപ്പോഴൊക്കെ വരുമ്പോൾ നിറച്ച് കിട്ടുന്നതല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ ഇങ്ങനെ അങ്ങ് വഴിയാട്ടോ. അങ്ങ് ചെല്ലാം. ഇതിലൊക്കെ ഷീറ്റാ അല്ലേ. എനിക്കിഷ്ടമില്ല ഷീറ്റൊന്നും. നമ്മുടെ അവിടെ ടൗൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും അറിയത്തില്ലല്ലോ. ഇവിടെ കണ്ട് നമുക്കെല്ലാം അറിയാം. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ നമ്മുടെ ചൂണ്ടപ്പനയുണ്ട്. എന്താ ഇവിടെ ചൂണ്ടയിടാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ട് ഇവിടെ ചൂണ്ടപ്പന നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ ചൂണ്ടപ്പന അവിടെ ഉണ്ട് കേട്ടോ. ചൂണ്ടപ്പന ഇതെല്ലാം കണ്ട് ഒരാളിങ്ങനെ നടക്കും കേട്ടോ. ചേട്ടൻ അങ്ങനെ ചുമ്മാ ഈ വഴി ഒന്ന് പോയതാ, ഒരു കടയിൽ പോയതാണേ. അപ്പോൾ ചേട്ടൻ ദാ പോകുന്നു. ഇതിപ്പോൾ ഒരു ഓട്ടോ വരുന്നുണ്ടേ. ഇതാ ഞാൻ പറയത്തില്ലേ, ഇതിലേ കൂടെ ഉണ്ടോ ഓട്ടോ പോകുന്നുണ്ടോ. അങ്ങനെ നമ്മുടെ ചേട്ടൻ ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കട്ടെ. ചേട്ടൻ കടയിൽ പോയേക്കുമായിരുന്നു. എന്നാ ചേട്ടാ ചായ. അടുപ്പൊക്കെ ഉണ്ടല്ലേ. ഇത്തിരി നേരം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞങ്ങൾ സാധിക്കുന്നതെന്ന് കണ്ടോ. ഒരു ചക്ക വരെ നമ്മൾ ഇടാനുള്ള തയ്യാറെടുപ്പാട്ടോ. ഇങ്ങോട്ട് വന്നപ്പോഴേ കറിയൊക്കെ മാറ്റിയോണ്ട് ഇനി ഇടയുണ്ടേനോ. ഏതായാലും ഇട്ടോ, ചെറുതിട്ടോ, ഒത്തിരി വലുത് വേണ്ട. എന്നാ ഇപ്പുറത്തെ ഇട്. അതിട്ടോ നോക്കി വേണേ, സൂക്ഷിക്കണേ. അപ്പം ഒരു ചക്കയും കൂടെ ഞങ്ങൾ ഇടാൻ പോന്നു. അയ്യോ, എന്നാ തോട്ടിക്ക് വെയിറ്റ് ഉള്ളതാ, സൂക്ഷിക്കണേ. അങ്ങനെ അതും വീണ് കേട്ടോ. ഇവനങ്ങനെ മൂത്തോ നല്ല മൂത്തോ. ഞങ്ങളോട് പറയാം ഞങ്ങളുടെ ഇവിടുത്തെ ചക്ക ഒന്നും കൊണ്ടുപോണ്ടാന്ന് അവള് പറയാ കേട്ടോ. ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ അവിടെ വെച്ച് ഞാൻ എന്ത് തപ്പി നടന്നിട്ടുണ്ട്. കുഴിയാനയുടെ കൂട്, എത്ര കുഴിയാനെ കൂടെ നോക്കിക്കേ ഇവിടെ ഉള്ളത്.
കണ്ടോ, ഇതൊക്കെയാ പറയുന്നത് ഗ്രാമത്തിൽ വരണം. നമ്മുടെ ടൗണിലൊന്നും കുഴിയാനൊക്കെ ഇപ്പൊ ഇഷ്ടമില്ലെന്ന് തോന്നുന്നു, കൂടൊന്നും വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളൊരു ചക്ക, വലിയ ചക്കയെ ഈ ഡിക്കിയിലെടുത്ത് വെച്ചു കേട്ടോ. നമ്മുടെ ജുപ്പിറ്ററിന് പിന്നെ അങ്ങനെ അങ്ങ് കിടക്കുമല്ലേ ഇടാ, അതുകൊണ്ട് പിന്നെ ഇതിനകത്തോട്ട് വെച്ചു. ഇതാ ഇതാ ഇതിനെ ഒരെണ്ണം കെട്ടിയും വെച്ചിട്ടുണ്ടേ. അപ്പോൾ ചേട്ടനും തയ്യാറായി, ഞാനും തയ്യാറായി. ഞങ്ങൾ ഇറങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെമ്മീൻ മേടിക്കാൻ നിർത്തി കേട്ടോ. അപ്പം ഞങ്ങൾ ഇടയ്ക്കൊന്ന് ഇറങ്ങി കേട്ടോ. ചേട്ടൻ റെയിൻകോട്ടൊക്കെ ഊരി, ഞാൻ എന്നാലും ഊരിയിട്ടില്ല കേട്ടോ. എൻ്റെ നല്ല അടിപൊളി 2000-ൻ്റെ ഒക്കെ റെയിൻകോട്ട്. ഇതിനെയൊക്കെ നമ്മൾ ചുരുട്ടിക്കൂട്ടിയൊക്കെ വെക്കാൻ പറ്റുമോ? ചെന്നിട്ട് വിയർപ്പൊക്കെ കളഞ്ഞ് നമുക്ക് ഇടാം. ഇതാ ചേച്ചെടുത്ത് കരിക്ക് കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോഴേ പാണാവള്ളി പോയിട്ട് കറക്റ്റ് 1:10 മിനിറ്റുള്ളപ്പം വീട്ടിലെത്തി. ഞങ്ങൾ അങ്ങനെയാണ് പോയി പെട്ടെന്ന് വരുന്നത്. ഇവിടെ അമ്മ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ എത്തി. പിന്നെ ഞങ്ങൾ വന്ന് ചോറ് ഉണ്ടു കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ നിർത്തുന്നത്, വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇംഗ്ലീഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.